അപ്പോൾ ഈ ചാക്കിനകത്ത് എന്താണെന്നറിയാമോ, നമ്മൾ വലിയ വാള തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കേരളത്തിലെ ഏറ്റവും നല്ല മീൻകറി ഏതാണെന്ന് വെച്ചാൽ അത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്, അല്ലെങ്കിൽ കോട്ടയത്തെ മുളകിൽ വറ്റിച്ച മീൻകറിയാണെന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ മുളകിൽ കൊടമ്പുളി ഇട്ട് വറ്റിച്ചൊരു മീൻകറി വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ആറ്റുവാളയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ജീവൻ ഉണ്ടെന്നുള്ളത്. ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിത് കാണുന്ന പോലെ നല്ല ഏകദേശം 4.25 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കൈ നിൽക്കുന്നുണ്ടായില്ല. ഒന്നാമത് ഇതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ വഴുക്കി പോകുന്ന ആ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനിതിൽ എങ്ങനെ കട്ട് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞാൻ ചെറിയ കത്തിയൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക, വലിയ കത്തി എങ്ങനെ യൂസ് ചെയ്യാറ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന അത്ര വലിപ്പമൊന്നുമല്ല കേട്ടോ. എടുക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് തോന്നും കേട്ടോ. കയ്യിൽ നിൽക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ അത് വെച്ച് ഇങ്ങനെ വെട്ടാൻ നോക്കിയിട്ട് ഈ സാധനം ഇങ്ങനെ റബ്ബറിനകത്തൊക്കെ വെട്ടുന്ന പോലെ തെറിച്ച് പോകായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ചെറിയൊരു കത്തി കൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ചുമ്മാ അതിൻ്റെ വായിങ്ങനെ തുറക്കുകയും ചെയ്യുന്നപ്പോൾ ഒരു പകുതി തക്കാളി വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇത് ഇങ്ങനെ നുറുക്കി പിറക്കി എടുക്കുവാണ് കേട്ടോ. പല പീസാക്കി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ തൊലി കളയണം. അതൊരു എന്താ പറയുക, നല്ലൊരു ടാസ്ക്കാണ് കേട്ടോ അത്. പക്ഷേ എന്തായാലും ഞാൻ അതിൻ്റെ തൊലിയെ കളഞ്ഞു, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പക്ഷേ നമ്മളിതിൻ്റെ അവസാനം കറി വെച്ച് കഴിഞ്ഞാൽ കിട്ടും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ദശയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ നന്നായിട്ട് ഉപ്പും നാരങ്ങാനീരും ഒക്കെ ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമാണ് ഈ ആറ്റുമീൻ്റെ ഒരു ഉളുമ്പ് പോവുക. അപ്പോൾ പിന്നെ നമ്മളിവിടെ കോട്ടയം സ്റ്റൈൽ അടിപൊളി മുളകിൽ കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച കറി വെക്കാനായിട്ട് ഇവിടെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും അതുപോലെ ഉലുവായും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടെ അരിഞ്ഞതാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ മീൻകറിയുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. ഇത് നമ്മളിവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതായത് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയിൽ അതിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതൊന്ന് പൊടിമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളത് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ചിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അതിന് മുമ്പ് കുടമ്പുളി ഇടണം കേട്ടോ. ഞാൻ മറന്നുപോയപ്പോൾ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം നല്ല പുളിയും എരിയുമാണ് കേട്ടോ ഇവിടുത്തെ കറിയുടെ മെയിൻ ഒരു രുചി എന്ന് പറയുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ടൈമിൽ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ പീസുകളിലൂടെ ഇട്ട് കൊടുത്തു. ഇനി ഈ മീൻ പീസുകളിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അതായത് തിളച്ച് ഏകദേശം ഒന്ന് നന്നായിട്ടൊരു നല്ല പോലെ ഒരു തിള വന്നു കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കോട്ടയം മീൻകറി ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ കേട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റ്. ചാറിനൊക്കെ എന്ത് രുചിയെന്നറിയോ. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ പാകത്തിനായിട്ടുള്ളൊരു ഉപ്പും കൂടെ വിതറി കൊടുത്ത് ഒന്നോടൊന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കറി അവിടെ ഇരുന്ന് തിളച്ച് ഈ ചാറൊക്കെ വറ്റി ഏകദേശം ഒരു പകുതി ചാറാകുമ്പോഴാണ് ശരിക്കും ഒരു പുളിയും ആ എരിവും ഒക്കെ അങ്ങോട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കടുകും അതുപോലെ 1 സ്പൂൺ ഉലുവയും കൂടെ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു ചീനിച്ചട്ടിയിലേക്ക്, എണ്ണയൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. ആ ചീനിച്ചട്ടിയുടെ ആ ഒരു ചൂട് കൊണ്ട് മാത്രം ഇരിക്കുന്ന ആ ഒരു ടൈമിൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ കടുക് ഉലുവായും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ. ആ ഒരു പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും രുചിയാണ് കേട്ടോ ഈ ഒരു മീൻകറിക്ക്. അങ്ങനെ നമ്മുടെ മുളകിട്ട് വറ്റിച്ച നല്ല ആറ്റുമീൻ വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ 2 പൊറോട്ട എടുത്തു. കപ്പ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു കേട്ടോ സൂപ്പർ. കപ്പ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ പൊറോട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊറോട്ടയിലേക്ക് ആ മീൻകറി ചൂടോടെ ഇങ്ങനെ ഒഴിച്ചു കേട്ടോ. ഒന്നും പറയാനില്ല, കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.